ഓമിത്യേദക്ഷരമിദം സർവം തസ്യൂപം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യതൃകാലാതീതം തതപ്യോംകാര ഏവ. ബ്രഹ്മായമാത്മാ ബ്രഹ്മാ സ്വയമാത്മാ ചതുഷ്പാദ് വ്യാപരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖസ്ഥലം ഭഗ്വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രയുക്തഭുക്തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദഭുക്ചേദോ മുഖപ്രാജ്ഞസ്തൃതീയപാദഃ. സർവജ്ഞേഷാന്തര്യാമി യേഷയോ ഹി സർവസ്യ പ്രഭാവപ്യയോ ഹി ഭൂതാനാം. നാദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം വ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം ഏകദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയഃ. സ്വയമാധ്യക്ഷരമോങ്കാരോ അതിമാത്രം പാദമാത്ര മാത്രാശ്ച പാദാകാരോ മകാരയുതി. വ്യാപരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര അപ്യേരാദിമത്വാപ്നോതി വൈ സർവാൻ കാമാനാദിശ്ച ഭവതി യേവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയാം മാത്രാ ഉത്കർഷ ഉഭയത്വാ ഉത്കർഷതി വൈ ജ്ഞാനസന്തതി സമാനസ്യ ഭവതി നാസ്യ ബ്രഹ്മവിദ് കുലേ ഭവതി യേവം വേദ.
സുഷുപ്തസ്ഥാനപ്രയോമകാരസ്തീയമാത്രാമിതേന പീതേർവാമിനോദിഹവ ഇദം സർവമപി ദിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോമേവഹാരിഹ പ്രപഞ്ചോ പശമശ്വദ്വൈതം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. മാണ്ഡവ്യത്തിൽ അല്ലാതെ ശാന്തിപ്രകരണം 75-ാമത് കാര്യം. അഭൂത അഭിനിവേശോസ്തി ദ്വയം തത്ര ന വിദ്യതേ ദ്വയാഭാവം സബുദ്ധൈവ നിർനിമിത്തോ ന ജായതേ. യസ്മാത് അസത് ദ്വൈതവിഷയഃ തസ്മാത് അസത്യഭൂതേ ദ്വൈതേ അഭിനിവേശോ അസ്തി. കേവലം അഭിനിവേശാഗ്രഹമാത്രം. ദ്വയം തത്ര ന വിദ്യതേ. മിഥ്യാഭിനിവേശം മാത്രം ച ജന്മനഃ കാരണം യസ്മാത് തസ്മാത് ദ്വയാഭാവം ബുദ്ധ്വാ നിർനിമിത്തോ നിവൃത്തം മിഥ്യാ ദ്വയാഭിനിവേശോ യഃ സ ന ജായതേ. അജാതം അജാതിയും ജന്മവും അങ്ങനെ രണ്ടിനെയും കുറിച്ച് പറയുന്നു. അജാതം പരമാർത്ഥം, പക്ഷെ ജന്മം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നു. യസ്മാത് അസദ്വൈത വിഷയഃ. ഇവിടെ ദ്വൈത വിഷയം അസത്താണ്, പരമാർത്ഥമല്ല എന്നിരിക്കലും അത് പരമാർത്ഥമല്ല എന്നിരിക്കലും അസത്യഭൂതേ ആ പരമാർത്ഥമല്ലാത്ത ദ്വൈത അഭിനിവേശം അസ്തി. ആ ദ്വൈതത്തിൽ അഭിനിവേശം ഉണ്ടാകുന്നു. കേവലം അഭിനിവേശം ആഗ്രഹം മാത്രം. അഭിനിവേശം സത്യമല്ല എന്നർത്ഥം. കേവലം അഭിനിവേശം കൊണ്ട് ആഗ്രഹം കൊണ്ട് ദ്വൈതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതും ചിത്തസ്പന്ദനം തന്നെ. ആ ചിത്തസ്പന്ദനം നിലയ്ക്കുന്നില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം ആ ചിത്തസ്പന്ദന രൂപത്തിലുള്ള അഭിനിവേശമാണ്, ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ജനന മരണങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? മരണം വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കാരണം ആ ജീവന്റെ കാമനയാണ്. അത് സത്യമല്ലെങ്കിലും അതിന് ഈ സൃഷ്ടിയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കഴിവുണ്ട്. സത്യമായതുകൊണ്ടല്ല.
അസത്യഭൂതേ എന്ന് പറയുന്നത്. അത് അസത്യമാണെങ്കിലും അതിനാ ഒരു ശേഷിയുണ്ട്. അത് സംസാരത്തെ നിലനിർത്തുന്നു എന്നാണ്. പരമാർത്ഥത്തിലാണെങ്കിലോ ദ്വയം തത്രണ വിദ്യതേ, വിഷയം ആ വിഷയത്തിലുള്ള അഭിനിവേശം ഇങ്ങനെ രണ്ടില്ല. എന്ന് പറഞ്ഞല്ലോ, സർവവും ആ ചിത്തസ്പന്ദനം മാത്രമാണ്. അതുകൊണ്ട് അവിടെ ഒരു തരത്തിലും ഇവിടെ ദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. എന്നാലും ഈ സ്പന്ദനം അഭിനിവേശ രൂപത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ഈ സംസാരം ഇങ്ങനെ നിലനിൽക്കുന്നു. ഇവിടെ ചോദിക്കുന്നത് ഇത് പരമാർത്ഥമല്ല, കേവലം മനസ്സ്പന്ദനമാണ് എന്ന് സ്വീകരിച്ചാലും അതിൽ തന്നെ എങ്ങനെ ഈ കാര്യകാരണഭാവങ്ങൾ നിലനിൽക്കുന്നു? ഇച്ഛ കാരണം, ജന്മം, കാര്യം, ഈ തരത്തിൽ എന്തുകൊണ്ട് തുടർന്നു പോകുന്നു എന്നാണ്. ഇന്നത് പരമാർത്ഥമല്ലെങ്കിലും അതിൽ തുടരാം. മിഥ്യാഭിനിവേശം മാത്രം ജന്മനഃ കാരണം. ജന്മത്തിന് കാരണമായിരിക്കുന്നത് ഈ അഭിനിവേശം മാത്രമാണ്. അത് അവസാനിക്കുന്നില്ല. ജീവന്റെ മനസ്സിൽ ജീവഭാവത്തിലുള്ള സ്പന്ദനം, അതിൽ തന്നെ മനോരൂപത്തിലുള്ള സ്പന്ദനം, അവിടെ ഇച്ഛാരൂപത്തിൽ സ്പന്ദനങ്ങളുണ്ടാവും. ആ സ്പന്ദനം ഉണ്ടായാൽ അത് പിന്നെ ജീവന് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രേരണയായി അവസാനിക്കുന്നില്ല, അത് അസ്പന്ദമാകുന്നില്ല. അതുകൊണ്ട് ആ ഇച്ഛാരൂപത്തിലുള്ള സ്പന്ദനം അത് മാത്രമാണ് ഈ സംസാരത്തിന് കാരണമായിരിക്കുന്നത്. തസ്മാത് ദ്വയാഭാവം ബുദ്ധ്വ നിർനിമിത്തോ നിവൃത്ത മിഥ്യാദ്വയാഭിനിവേശോ യസ ന ജായത്തെ. അത് ഉള്ളിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ് എന്ന് പറയുന്നു. ഇത് ജീവനായും ചിത്തമായും വിഷയമായും എല്ലാം സ്പന്ദിച്ചിരിക്കുന്നത് ഒരേ ഒരു തത്വം തന്നെ. അതാണ് ദ്വയാഭാവം. അതറിയുന്നു. അദ്വൈതമായിരിക്കുന്ന ഒന്നിന്റെ സ്പന്ദനമാണ്. അദ്വൈതമായിരിക്കുന്ന ഒന്ന് സ്പന്ദിക്കുന്നുണ്ട്, രണ്ടാകുന്നില്ല പരമാർത്ഥത്തിൽ. അത്തരത്തിലുള്ള ദ്വയാഭാവത്തെ ബുദ്ധ്വ, അത് ഗ്രഹിച്ചിട്ട് നിർനിമിത്ത, അവന് നിമിത്തമില്ലാതിരിക്കുന്നു. ജീവന് മുന്നോട്ട് പോകുന്നതിനുള്ള ഹേതു നഷ്ടപ്പെടുന്നു. സംസാരം അവിടെ ഉപരമിക്കുന്നു, അവസാനിക്കുന്നു. നിവൃത്ത മിഥ്യാദ്വയാഭിനിവേശ, അഭിനിവേശമില്ലാതാവുന്നു. എന്നുവെച്ചാൽ ആ സ്പന്ദനം നിലയ്ക്കുന്നു എന്നർത്ഥം. ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ആ സ്പന്ദന നിവൃത്തിയാണ്. ഇതില്ലാതാകുന്നു. യസ ന ജായതേ, അവൻ പിന്നെ ജനിക്കുന്നില്ല. അടുത്തിനി പറയുന്നത് അസ്പന്ദതയെക്കുറിച്ചാണ്. അത് മുഖ്യമായും ആസ്പന്ദത എന്ന് പറയുന്നത് ഈ അഭിനിവേശം അവസാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ജന്മം ഉണ്ടാകുന്നില്ല, പിന്നീട് സംസാരം അനുഭവപ്പെടുന്നില്ല, ജനന മരണങ്ങൾ അനുഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അഭൂത അഭിനിവേശോസ്തി ദ്വയം തത്ര ന വിദ്യത്തെ ദയാഭാവം സ ബുദ്ധ്വൈവ
നിർനിമിത്തോ ന ജായത്തെ യദാ ന ലഭതേ ഹേതോ ഉത്തമാധമമധ്യമാൻ തദാ ന ജായതേ ചിത്തം യത്വഭാവേ ഫലം കുതാ ജാത്യാശ്രമവിഹിത ആശീർവർജിതേ ഹി അനുഷ്ഠീയമാന ധർമ്മ ദേവത്വാദി പ്രാപ്തിഹേതവ ഉത്തമാഹ. ഇത് പറയുന്നു ഉത്തമ അധമ മധ്യമ, ഉത്തമ അധമ മധ്യമ ഹേതുക്കൾ. ഉത്തമ മധ്യമ അധമ രൂപത്തിലുള്ള ചിത്തസ്പന്ദനങ്ങളാണ്. അതിൽ എന്താണ് ഉത്തമം, മധ്യമം, അധമം എന്ന് മൂന്നായി പിരിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നു. അത് ഉത്തമമായ ധർമ്മങ്ങൾ, മധ്യമധർമ്മങ്ങൾ, അധമധർമ്മം. ഉത്തമധർമ്മങ്ങൾ എന്താണ്? ജാത്യാശ്രമവിഹിതാഹ, ജാത്യാശ്രമങ്ങൾ, ജാതി, വർണ്ണം, ബ്രാഹ്മണത്വാദി ആശ്രമം, ബ്രഹ്മചര്യാദി ആശ്രമം. അപ്പോൾ ഈ ജാതിക്കും ആശ്രമത്തിനുമായി വിധിച്ചിട്ടുള്ള ധർമ്മങ്ങൾ, അതിൽ ഉത്തമമായ ധർമ്മങ്ങളുണ്ട്. ദേവത്വാദി പ്രാപ്തി ഹേതവ, ദേവത്വം പോലെയുള്ള ഉയർന്ന ജന്മപ്രാപ്തിക്ക് ഹേതുവായിട്ടുള്ള ഉത്തമധർമ്മങ്ങൾ. അതും ആശീർവർജിതൈഹി അനുഷ്ഠീയമാന, നിഷ്കാമന്മാരനുഷ്ഠിക്കുമ്പോൾ. ഇവിടെ നിഷ്കാമന്മാരെന്ന് പറയുമ്പോൾ ക്ഷുദ്രമായ കാമനകളൊന്നുമില്ലാതെ ഉത്തമമായ ദേവത്വപ്രാപ്തിയും മറ്റും ഉദ്ദേശിച്ച് അത്തരം കാമനകളുണ്ടാകാം. അല്പമായ കാമനകളില്ല. അങ്ങനെയുള്ളവർ അനുഷ്ഠിക്കുമ്പോൾ, ശ്രേഷ്ഠമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ ധർമ്മങ്ങൾ ഉത്തമമായിരിക്കുന്നു. കേവലാസ്ഥ, അത് അധർമ്മത്തിൽ നിന്നും ആ അധർമ്മത്തെ അപേക്ഷിച്ച് ശ്രേഷ്ഠവുമാണ്, കേവലവുമാണ്. അങ്ങനെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് ദേവാദി പ്രാപ്തി ഉണ്ടാകുന്നു. ഈ സംസാരത്തെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെ ഈ സംസാരം നിലനിൽക്കുന്നു? ഈ സംസാരം നമ്മൾ കാണുന്ന രൂപത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. കാരണം തുരീയ സ്പന്ദനം എങ്ങനെ, അതിന്റെ വ്യാപ്തിയും മഹത്വമൊന്നും ജീവന്റെ മനസ്സുകൊണ്ടറിയാൻ കഴിയത്തില്ല. അവന്റെ മനസ്സെന്ന് പറയുന്നത് ജീവഭാവം തന്നെ അതിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ്. അതിന്റെ മനസ്സും അതിലും എത്രയോ ചെറിയൊരു അംശമാണ്. ഉണ്ടാ ചിത്തസ്പന്ദനത്തെ ഏകദേശം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് വേദം. അപ്പം വേദം പറയുകയാണ് ഇത് വളരെ വിപുലമാണ്. അവിടെ കാര്യകാരണങ്ങളുണ്ട്, ഹേതുണ്ട്, ഫലമുണ്ട്. ഹേതു ധർമ്മം, ഫലം ജന്മം. അതിൽ ഉത്തമമായ ഹേതുക്കളുണ്ട്, ഉത്തമമായ ജന്മങ്ങളുണ്ട്. ഇതിങ്ങനെ വേദം വെളിപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ രീതിയിൽ ഇത് വളരെ വിപുലമാണ്. അതൊന്നും മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. അതീന്ദ്രിയമാണ്, അദൃഷ്ടഹേതുകമാണ് എന്നെല്ലാം വേദം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ കാര്യം ഇവിടെ പറയുകയാണ്. ഈ സംസാരം എത്രയോ വിപുലമായിരിക്കുന്നു. അപ്പോൾ കേവലം അത് മനസ്സ്പന്ദനമാണെന്ന് പറയുമ്പോൾ നമ്മുടെ വെറും സങ്കല്പങ്ങളാണ് എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് സംസാരത്തിന്റെ വ്യാപ്തി. ജീവന് സങ്കല്പിക്കാൻ സാധ്യമല്ല.
അതുകൊണ്ടാണ് ഇവിടെ ഉത്തമ, അധമ, മധ്യമ എന്നിങ്ങനെ വേർതിരിച്ച് കാണിക്കുകയാണ്. കേവലാശ്ച ധർമ്മ അധർമ്മ വ്യാമിശ്ര മനുഷ്യത്വാദി പ്രാപ്ത്യർത്ഥ മധ്യമാഹ. ഇനി അതിന്റെ മധ്യമ ഭാവമുണ്ട്, മധ്യമധർമ്മങ്ങൾ. അതെന്താണ്? അധർമ്മ വ്യാമിശ്ര, അധർമ്മവുമായി കലർന്നത്, പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്നത്. അത് മനുഷ്യത്വാദി പ്രാപ്ത്യർത്ഥ, മനുഷ്യത്വം പോലെയുള്ള ശ്രേഷ്ഠ ഭാവങ്ങളെ പ്രാപിക്കുന്നതിനുതകുന്നതാണ്. അത് മധ്യമധർമ്മങ്ങൾ. ഇതൊന്നും നമ്മുടെ തുച്ഛമായ സങ്കല്പത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഏത് ധർമ്മം എങ്ങനെ കാരണമായിരിക്കുന്നു, ആ കാരണത്തിൽ നിന്ന് ഏത് ജന്മം എങ്ങനെ കാര്യമായി വരുന്നു, ഇതൊന്നും ജീവന് സങ്കല്പിക്കാൻ വയ്യ. അതത്രയും വിപുലമാണ്. തിരികാദി പ്രാപ്തി നിമിത്ത അധർമ്മലക്ഷണ പ്രവൃത്തി വിശേഷാശ്ച അധമാഹ. ഇനി അധർമ്മം അതെന്താണ്? തിരികാദി പ്രാണിനികായങ്ങളെ പ്രാപിക്കുന്ന, പ്രാണി ശരീരങ്ങളെ പ്രാപിക്കുന്നതിനുള്ള അധർമ്മങ്ങൾ, അധർമ്മരൂപത്തിലുള്ളവ. അധർമ്മ പ്രവൃത്തികളും അധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന പാപവും അതുകൊണ്ടെല്ലാം ലഭിക്കുന്ന പ്രാണിജന്മങ്ങൾ. അങ്ങനെ ഇതിന്റെ വൈഫല്യത്തെക്കുറിച്ച് പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഈ ചിത്തസ്പന്ദനം എന്ന് പറയുന്നത് വെറും കൽപ്പനയല്ല, അത് തന്നെയാണ് ഇവിടെ സർവവുമായി നിൽക്കുന്നത്, പ്രപഞ്ചമായി നിൽക്കുന്നത്. അത് തന്നെയാണ് കാര്യകാരണ രൂപത്തിൽ ജന്മത്തിനും മരണത്തിനും എല്ലാം കാരണമായിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോ ഇതെല്ലാം കൽപ്പനയാണോ എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ ഈ സംസാരത്തെ നമ്മൾ ധരിക്കുന്ന തരത്തിൽ നിസ്സാരമാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ സംസാരം ബൃഹത്ത് തന്നെയാണ്. അത് ഈ മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ്. അത് കേവലം നമ്മുടെ സങ്കല്പത്തിന്റെ സൃഷ്ടിയല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കൂടെ പറയുകയാണ്. താൻ ഉത്തമ മധ്യമ അധമാൻ അവിദ്യാപരികൽപ്പിതാൻ. ഇതെല്ലാം അവിദ്യാകൽപ്പിതമാണ്. അതാണ് മുമ്പ് പറഞ്ഞത്, തുരീയ സ്പന്ദിതമാണ്, തുര്യന്റെ സ്പന്ദനമാണിത്. അത് യഥാ ഏകമേവ അദ്വിതീയം ആത്മതത്വം സർവകൽപ്പനാവർജിതം ജാനൻ ന ലഭതേ ന പശ്യതി. യഥാ ന ലഭതേ ഏകമേവ അദ്വിതീയം ആത്മതത്വം ജാനൻ, ആത്മതത്വത്തെ ഗ്രഹിക്കുന്നവൻ, ഏകമായിരിക്കുന്ന തുര്യന്റെ സ്പന്ദനമാണ് സർവവും എന്നറിയുന്നവൻ, സർവകൽപ്പനാവർജിതം. ആ തുര്യൻ എങ്ങനെയാണ്? വാസ്തവത്തിൽ സർവകൽപ്പനാരഹിതനാണ്, പ്രപഞ്ചരഹിതനാണ്, സംസാരശൂന്യനാണ്. അതാണ് അറിയേണ്ടത്. അത് എന്ന് പറഞ്ഞല്ലോ, കൽപ്പിത സംവൃത്തിയ, കൽപ്പിത വ്യവഹാരത്തിലൂടെ ഇങ്ങനെ പ്രപഞ്ചമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് എന്താണ്? സർവകൽപ്പനാവർജിതമാണ്, കൽപ്പനാരഹിതമാണ് എന്നറിയുന്നവൻ ന ലഭതേ ന പശ്യതി, അവൻ ഈ സംസാരത്തെ അനുഭവപ്പെടുന്നില്ല എന്നർത്ഥം. മറിച്ചവൻ ഇത് സർവകൽപ്പനാരഹിതമാണെന്ന് നിശ്ചയിക്കുന്നു എന്നർത്ഥം. ഇവിടെ രണ്ട് കാര്യങ്ങളെ ഇവിടെ പറയുന്നു. ഒന്ന്, ഈ സർപ്പകൽപ്പനകളും നിലനിൽക്കുന്ന ഈ
സംസാരം, ഈ പ്രപഞ്ചം. മറ്റൊന്ന് സർവകൽപ്പനാരഹിതമായിരിക്കുന്ന തുര്യൻ. ഈ രണ്ട് കാര്യങ്ങൾ. ഇതറിയുന്നവന് ഈ സംസാരത്തെ കാണുന്നില്ല എന്നർത്ഥം. യഥാ ബാലൈഹി ദൃശ്യമാനം ഗഗനതലമലം വിവേകിന പശ്യതി. അപ്പൊ ഇത് കാഴ്ചയിൽ വരുന്ന വ്യത്യാസമാണ്. ഇത് സ്പന്ദിക്കുന്നു സ്പന്ദിക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം. ഒരേ ആകാശം തന്നെയാണ് രണ്ടുപേര് കാണുന്നത്. ബാലൻ അതിനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ അവിവേകി. അവിടെ ഒരു തലം കാണുന്നു, ഒരു പാത്രം എടുത്ത് കമിഴ്ത്തി വെച്ചതുപോലെ കാണുന്നു. അങ്ങനെ ഒരു പ്രതലം അവനവിടെ അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ അത് കേവലമായ ശൂന്യതയാണ്. അവിടെ അങ്ങനെ ഒരു പ്രതലമില്ല, പക്ഷെ അനുഭവപ്പെടുന്നു. മുകളിലേക്ക് നോക്കിയാൽ ഒരു കുട കമഴ്ത്തിയതുപോലെ. അതൊരു തലത്തെ, അവിടെ ഒരു ദേശത്തെ ആരോപിക്കുകയാണ്. അതുപോലെ തലമലം, ഗഗന തലമലം എന്താണ്? അതിന്റെ വർണ്ണവും മറ്റും നിറവും മറ്റും പറയുന്നു. നീല നിറമുള്ളതാണ്, അത് പ്രകാശമയമാണ്. ഇതെല്ലാം ആകാശത്തിൽ ആരോപിക്കുകയാണ്. പ്രകാശം നമുക്കറിയാം, അത് സൂര്യന്റെയാണ്, അല്ലെങ്കിൽ ചന്ദ്രന്റെ, നക്ഷത്രങ്ങളുടെയൊക്കെയാണ്. എന്നാലും അത് ആകാശത്തിൻ്റെതാണെന്ന് കരുതുന്നു. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശമാണ്, പൊള്ളയാണ്. അത് നമ്മൾ അറിയുന്ന മറ്റു വസ്തുക്കളെ പോലെ ഒരു വസ്തുവേ അല്ല. രൂപരഹിതമാണ്, പരിണാമരഹിതമാണ്, പരിമാണമില്ലാത്തതാണ്. എന്നാലും നമ്മളവിടെ ഇതെല്ലാം ആരോപിക്കുന്നു. സർവ്വരും ആരോപിക്കുന്നു. സർവ്വരും അതൊക്കെ എവിടെ കാണുന്നു? ആകാശത്തിൻ്റെതാണെന്ന് ധരിക്കുന്നു. അപ്പോൾ വിവേകി ധരിക്കുന്നുമില്ല, ആകാശം എന്ന് പറയുന്നത് കേവലം അവകാശമാണ്, സർവത്തിനും നിലനിൽക്കാൻ ഇടം കൊടുക്കുന്ന ഒന്നാണ്, അത് മറ്റൊന്നുമല്ല. ആ ഒരു വിവേകം, വിവേകിക്കും അവിവേകിക്കും തമ്മിലുള്ള ആ വ്യത്യാസം അത് വളരെ സൂക്ഷ്മമാണ്. പ്രതീതി രണ്ടുപേർക്കും. അജ്ഞൻ നോക്കുമ്പോൾ ആകാശത്തിൽ പ്രകാശമുണ്ട്. വിവേകി ആകാശം എന്താണ് എന്ന് ആകാശത്തിന്റെ തത്വത്തെ മനസ്സിലാക്കി എന്നിട്ട് അവിടെ നോക്കുമ്പോഴും അവിടെ ആ പ്രതീതിയുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് വരുന്ന അവിവേകിയുടെയും വിവേകിയുടെയും കൽപ്പനകൾ വേറെ. അജ്ഞനെ സംബന്ധിച്ച് അവിടെ പല കൽപ്പനകളും വരുന്നു. തല മലിനത ആദി കൽപ്പനകൾ വരുന്നു. വിവേകിയെ സംബന്ധിച്ചോ ആ പ്രതീതി ഉണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള കൽപ്പനകളില്ല. എങ്ങനെ തല മലിനാദികൾ അവിടെ ഉണ്ടെന്ന് കൽപ്പിക്കുന്നില്ല. അപ്പോൾ പ്രതീതി നിലനിൽക്കെ തന്നെ കൽപ്പനകളില്ലാതാകാം. ഇതാണ് ചിത്തത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നത്. അത്തരം കൽപ്പനകൾക്ക് സ്ഥാനമില്ല. കാരണം വിവേകം വന്നു കഴിഞ്ഞു. എന്താണ് കൽപ്പന എന്ന് പറയുന്നത്? ഇത് ആകാശത്തിൻ്റെതാണെന്നുള്ളതാണ് കൽപ്പന. ഈ തലം ആകാശത്തിൻ്റെതാണ്, മലം ആകാശത്തിൻ്റെതാണ്, ആകാശത്തിൽ ഇതുണ്ട് എന്നുള്ളതാണ് കൽപ്പന. അനുഭവം രണ്ടുപേർക്കും ഒരുപോലെ. ആകാശത്തിൽ എന്തെല്ലാം കാണുന്നു അതെല്ലാം വിവേകം കാണുന്നു. പക്ഷെ ആകാശത്തിൽ ഇതുണ്ട്, ഇത് ആകാശത്തിൻ്റെതാണ് എന്നൊരു കൽപ്പന വിവേകിയിൽ ഉണ്ടാകുന്നേയില്ല. ആ കൽപ്പന ഉണ്ടാകാതിരിക്കുന്നതാണ് അസ്പന്ദത എന്ന് പറയുന്നത്. അതേസമയം വിവേകിയും അതെല്ലാം കാണുന്നുണ്ട്.
കാഴ്ച എന്ന് പറയുന്നതോ അറിവെന്ന് പറയുന്ന അതും ചിത്തത്തിന്റെ ഒരു സ്പന്ദനമാണ്. അപ്പൊ വിവേകിക്ക് അങ്ങനെ ഒരു സ്പന്ദനമുണ്ട് ചിത്തത്തിന്. ഇത് കാണുക എന്ന് പറയുന്നു, ഇത് അനുഭവപ്പെടുക എന്ന് പറയുന്നു. പക്ഷെ അതിൽ അജ്ഞന്റേതായ കൽപ്പനകൾ ഇല്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വിവേകി എന്ന പശ്യതി. അടുത്ത് പറയും എന്താണ്? ആ വിവേകിയുടെ ചിത്തം അസ്പന്ദമാകുന്നു എന്ന് പറയുന്നു. അസ്പന്ദമാകുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ അത്തരത്തിലുള്ള സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നില്ല. വേറൊരുദാഹരണം പറഞ്ഞാൽ മരുമരീചിക അജ്ഞനെ സംബന്ധിച്ച് അത് ജലമാണ് എന്നുള്ള സങ്കല്പം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഇച്ഛയുണ്ടാകുന്നു, ജലപാനത്തിനുള്ള ഇച്ഛയുണ്ടാകുന്നു. അത് കഴിഞ്ഞ് പ്രവൃത്തി ഉണ്ടാകുന്നു. അപ്പം ജ്ഞാനം, ഇച്ഛ, പ്രവൃത്തി ഇത് പലതരത്തിലും സംഭവിക്കും. അതിനെ സമീപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനെ നേരെ ഓടുന്നു, ആ ജലത്തെ പാനം ചെയ്യുന്നതിന് ശ്രമിക്കുന്നു, പ്രവൃത്തിയും വന്നു കഴിഞ്ഞു. ഒരു പ്രതീതിയാണ് ഈ പലതരത്തിലുള്ള ജ്ഞാനത്തിനും പലതരത്തിലുള്ള ആഗ്രഹത്തിനും, നേരത്തെ പറഞ്ഞ അഭിനിവേശത്തിനും പലതരത്തിലുള്ള പ്രവൃത്തിക്കും കാരണമാക്കിയത്. അപ്പോൾ പ്രതീതി എന്ന് പറയുന്നവര് ചിത്തസ്പന്ദനം, തുടർന്ന് വരുന്ന ജ്ഞാനം, ഇച്ഛ, ക്രിയകളെല്ലാം നിരന്തരമായ മറ്റനേക സ്പന്ദനങ്ങൾ. ഇതൊരുവനിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരുവനിലാണെങ്കിലോ വിവേകി അയാളിന്റെ സത്യം മനസ്സിലാക്കിയപ്പോ ആ പ്രതീതി നിലനിൽക്കെ തന്നെ, പ്രപഞ്ച പ്രതീതി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിയുടെ പ്രാരബ്ധമെന്നും മറ്റും പറയുന്നത്. അത് നമുക്ക് പ്രപഞ്ച പ്രതീതി എന്ന് വിളിക്കാം. ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ അനുഭവം അത് നിലനിൽക്കുന്നു. പക്ഷേ അതിനെ തുടർന്ന് വരുന്ന സങ്കല്പങ്ങൾ, ഇത് ജലമാണ് എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നേ ഇല്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഉണ്ടാകത്തില്ല, സഹജമായും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ തത്വം ബോധിച്ചിരിക്കുന്നു. അത് കേവലം പ്രകാശമാണെന്നുള്ള ആ തത്വം ബോധിച്ചു കഴിഞ്ഞു. അപ്പൊ ജലത്തിന്റെ ഭാവങ്ങളെല്ലാം, ജലത്തിന്റെ ഭാവങ്ങളെന്ന് പറയുമ്പോൾ അവിടെ തിരയും തരംഗവും എല്ലാം പ്രതീതമായാലും ജലം എന്നുള്ള ഒരു ബുദ്ധി അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോ അവിടെ എന്ത് ചെയ്തു? ആ പ്രതീതിയിൽ തന്നെ വിവേകിയുടെ ചിത്തം അസ്പന്ദമായി. അപ്പോ ചോദിക്കും, ചിത്തം അസ്പന്ദമായി കഴിഞ്ഞാൽ പിന്നെങ്ങനെ പ്രവൃത്തി നടക്കും എന്ന് ഞാൻ ചോദിക്കും. ഇവിടെ എന്താണ്? പ്രതീതി നിലയ്ക്കുന്നില്ല, ആ പ്രതീതി നിൽക്കുന്നു. മരീചികയിലെ തരംഗങ്ങളും ജലവും എല്ലാം കാണുന്നുണ്ട്, ആ പ്രതീതി നശിക്കുന്നില്ല. പക്ഷേ അതിനെ തുടർന്നു വരുന്ന ഇത് ജലമാണ് എന്നുള്ള ആ പ്രതീതി അതുണ്ടാകുന്നുണ്ട്. അസ്പന്ദം എന്ന് പറയുമ്പോൾ അത് ഉണ്ടായിട്ട് നശിക്കുന്നു എന്നല്ല, അങ്ങനെയൊന്നും ഉണ്ടാകുന്നേ ഇല്ല. അടുത്ത് അതിനെ തുടർന്നു വരുന്ന ആഗ്രഹം, ആ ജലം പാനം ചെയ്യണം, അതും ഒരു ചിത്തസ്പന്ദനമാണ്, അതും ഉണ്ടാകുന്നില്ല. അത് വിവേകി അത് ഉണ്ടായിട്ടത് വേണ്ടാന്ന് വയ്ക്കുന്നതല്ല, അതുണ്ടാകാൻ പാടില്ല എന്ന് കരുതുകയല്ല. ഇനി അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായിട്ട് അതിനെ നിരോധിക്കുന്നതല്ല. ചിത്തവൃത്തി നിരോധിക്കുക എന്ന് പറയുന്ന പോലെ എന്താണ്? അതിനെ നിരോധിക്കുകയല്ല. ജനത്തിൽ ജലം കുടിക്കുന്നതിനുള്ള ആഗ്രഹം വരുന്നു, അതിനെ തടയുകയല്ല. അത് സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടത് ജലമാണെന്നറിഞ്ഞാലല്ലേ അടുത്ത് ജലം കുടിക്കുന്നതിനുള്ള ആഗ്രഹം വരും.
ജലമാണെന്നുള്ള ഒരു സ്പന്ദനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ജലം കുടിക്കാൻ എങ്ങനെ ആഗ്രഹം വരുന്നു? ആഗ്രഹം ഉണ്ടാകുന്നില്ല. ഇനി അതിന്റെ നേരെ ഓടുന്നില്ല, ആ ജലത്തെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. കർമ്മങ്ങളും കർമ്മരൂപത്തിലുള്ള സ്പന്ദനങ്ങളും അവിടെ സംഭവിക്കുന്നില്ല. അവിടെയും അസ്പന്ദമായി. ജ്ഞാനേച്ഛാക്രിയകൾ അവിവേകിയിൽ സംഭവിക്കുന്നവ വിവേകിയിൽ സംഭവിക്കുന്നില്ല. അതാണ് ചിത്തത്തിന്റെ അസ്പന്ദത. അതേസമയം പ്രതീതി നിലനിൽക്കുന്നുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചിത്തത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് അജ്ഞാനഹേതുവായിട്ടുണ്ടാകുന്നവയാണ്. അജ്ഞാനഹേതുവായിട്ടുണ്ടായ ജ്ഞാനമാണ്, ഇത് ജലമാണ്. അജ്ഞാനഹേതുവായിട്ടുണ്ടായ ഇച്ഛയാണ്, ആ ജലം എനിക്ക് കുടിക്കണം. ആ അജ്ഞാനഹേതുവായിട്ടുണ്ടായ പ്രവൃത്തിയാണ് ആ ജലം നേടാൻ വേണ്ടി അതിന്റെ നേരെ ഓടുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും ആ പ്രതീതി നിലനിൽക്കെ തന്നെ വിവേകിയിൽ നിലനിൽക്കുന്നില്ല. അതാണ് വിവേകിയുടെ ചിത്തത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നത്. അത് എപ്പോ സംഭവിക്കുന്നു? ജാഗ്രതത്തിൽ തന്നെ. ഇത് സുഷുപ്തിയിലല്ല. മരുമതിയെ കണ്ടത് ജാഗ്രതയിൽ തന്നെയാണ്. ജാഗ്രതയിൽ തന്നെയാണ് അതിനുവേണ്ടിയുള്ള ചിന്തയും ആഗ്രഹവും പ്രവൃത്തിയെല്ലാം ഉണ്ടായത്. അപ്പൊ ജാഗ്രതയിൽ തന്നെയാണ് വിവേകിക്ക് ചിത്തസ്പന്ദിക്കാതിരിക്കുന്നത്, സമാധിയിലല്ല. സാധാരണ അത് സംഭവിക്കുന്നില്ലല്ലോ. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവനതിന്റെ തത്വം പിടികിട്ടിയില്ലെങ്കിൽ അവന് സഹജമായി തന്നെ ജ്ഞാനവും ഇച്ഛയും ആഗ്രഹവും പ്രവൃത്തികളും എല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. തത്വം പിടികിട്ടാത്തിടത്തോളം കാലം അവൻ ആ ജലം കണ്ട് വിചാരിക്കുകയാണ്, ശരി തൽക്കാലം എനിക്ക് വലിയ ദാഹമില്ല, കുറച്ച് കഴിഞ്ഞു കുടിക്കാം എന്നൊക്കെ വിചാരിച്ചാലും വീണ്ടും മനസ്സിൽ ദാഹം വരും, കുടിക്കാൻ ആഗ്രഹം തോന്നും. അവിടെ നിരോധിച്ചാലും നിൽക്കത്തില്ല. എന്തുകൊണ്ട്? അവന്റെ മനസ്സിൽ അത് ജലമാണ് എന്നുള്ള ജ്ഞാനം ഇരിക്കുകയാണ്. തൽക്കാലം വേണ്ടാന്ന് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആഗ്രഹം വരും. തൽക്കാലം അങ്ങോട്ട് പോകണ്ടെന്ന് വന്നാലും വീണ്ടും ദാഹിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അവിടെ വിവേകമൊഴികെ മറ്റെന്തെല്ലാം അഭ്യാസങ്ങളിലൂടെ ശ്രമിച്ചാലും ശരി, വിവേകം എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചറിവ്, ഇത് ജലമല്ല എന്നുള്ള തിരിച്ചറിവല്ലാതെ മറ്റെന്തെല്ലാം തരത്തിലുള്ള അഭ്യാസങ്ങൾ ചെയ്താലും ശരി, അവിടുത്തെ ചിത്തസ്പന്ദനത്തിൽ നിന്ന് അവന് മോചിക്കാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ ജ്ഞാന ഇച്ഛാക്രിയകളിൽ നിന്ന് അവന് മോചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വിവേകമൊന്നു മാത്രമേ ഇതിന് പരിഹാരമായിട്ടുള്ളൂ. വിവേകത്തിൽ ചിത്തം സ്പന്ദിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. അവിടെ വിവേകം മാത്രം മതി. വിവേകം എന്ന് പറയുന്നത് ചിത്തത്തിന്റെ ഒരു സ്പന്ദനമാണ്. പക്ഷെ അത് മാത്രം മതി. മറ്റ് സ്പന്ദനങ്ങളുടെ ആവശ്യം അവിടെയില്ല. നിരോധം കൊണ്ട് സാധ്യമാകില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചിത്തവൃത്തി നിരോധം. നിരോധം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബലം പ്രയോഗിക്കുകയാണ്. വെള്ളമുണ്ട്, പക്ഷേ എനിക്ക് തൽക്കാലം വേണ്ട. എത്ര കാലം അത് പിടിച്ചു നിൽക്കാൻ പറ്റും? കാരണം ദാഹം വരും. ദാഹം വന്നു കഴിഞ്ഞാൽ തൽക്കാലം തടഞ്ഞാലും വീണ്ടും ആഗ്രഹം വരും. അത് വെള്ളമല്ല എന്ന് തിരിച്ചറിയുന്നതുവരെ ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. വെള്ളമല്ല എന്ന് തിരിച്ചറിഞ്ഞവന് ആ വെള്ളം കുടിക്കാൻ എങ്ങനെ ആഗ്രഹം വരും? എങ്ങനെ പ്രവൃത്തി ഉണ്ടാകും? അതാണ് ചിത്തത്തിന്റെ അസ്പന്ദത എന്ന് പറയുന്നത്.
അത് ഉണ്ടായിട്ട് നശിക്കുകയല്ല, അതവിടെ ഉണ്ടാകുന്നേയില്ല, നിഷ്പന്ദമായി തന്നെ ഇരിക്കുന്നു. അതേസമയം ഈ തത്വം ഗ്രഹിക്കാതെ ഒരുവൻ അവനോട് നമ്മൾ പറയുന്നു എന്താണ്, ആഗ്രഹം പാടില്ല, പ്രവൃത്തി പാടില്ല എന്നെല്ലാം പറയുന്നു. അതെല്ലാം വ്യർത്ഥം. എന്തുകൊണ്ട്? അവൻ ആഗ്രഹിച്ചേ തീരും. കാരണം അവൻ അജ്ഞതയിലാണ്. അവന്റെ മുമ്പിൽ ജലം കാണുന്നുണ്ട്, അവന് ദാഹവുമുണ്ട്. എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും? ഏത് ഗുരു എന്നവനോട് ഉപദേശിച്ചാലും ശരി, നീ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞാലും അവൻ ആഗ്രഹിച്ചേ തീരും. കാരണം അതിന്റെ അടിസ്ഥാനപരമായ അവിവേകം അവന് നിലനിൽക്കുന്നു. മറ്റെന്ത് ഉപായമാണുള്ളത്? അവനെ ഈ ആഗ്രഹത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേറെ ഒരു ഉപായവുമില്ല. വിവേകം മാത്രമേ ഉള്ളൂ. വിവേകം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഉപദേശത്തിന്റെയും ഉപായത്തിന്റെയും ആവശ്യമില്ല. വിവേകമില്ലാതെ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വ്യർത്ഥമാണ് എന്നാണ്. ഒരു തരത്തിൽ അത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കിയാലും ആത്യന്തികമായി അത് വ്യർത്ഥം. അത് ഏതുപോലെ നമ്മൾ അത് ജലമല്ല എന്ന് തിരിച്ചറിയാതെ ആ ജലപാനത്തിലുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒക്കെയായിരിക്കും. അത് അവസാനിക്കാതെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. വിവേകമില്ലാതെ ചെയ്യുന്ന സാധനങ്ങൾ അതിങ്ങനെ ഈ സംസാരത്തിന്റെ ഭാഗമായി ഈ സംസാരത്തോടൊപ്പം അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അവസാനിക്കത്തില്ല. നിങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങളെ തന്നെ. എന്താണ്? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ആ ജലം ഞാൻ കുടിക്കുന്നില്ല എന്ന് നിയന്ത്രിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. ആ നിയന്ത്രണത്തിന്റെ ബലം വിടുമ്പോൾ ആ വഴിക്ക് തന്നെ പോകും. എന്തുകൊണ്ട്? അവിടെ അവിവേകം ശക്തമായിരിക്കും. അപ്പോൾ അവിടെ സ്പഷ്ടമാണ് എന്താണ്, വിവേകത്തിന് മാത്രമേ അത് സാധ്യമാകൂ. പിന്നെ അവിടെ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല, നിരോധത്തിന്റെ ആവശ്യമില്ല, നിഷിദ്ധമായ ഒരു സങ്കല്പത്തിന്റെ ആവശ്യമില്ല. അത് വേണ്ട, ഇത് വേണ്ട, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അരുത് എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഗുരു ശിഷ്യനോട് ആവർത്തിച്ച് പറയുന്നു, അരുത് അരുത്. ശിഷ്യൻ വിചാരിക്കുന്നുണ്ട് എന്താണ്, അരുത് അരുത്. പക്ഷേ ഗുരുവിന്റെ ഉപദേശം അരുത് എന്ന് ഒരു സ്ഥലത്തുകൂടി പോവും, ശിഷ്യന്റെ ആഗ്രഹവും ഒരു സ്ഥലത്തുകൂടി അരുത് എന്ന് പോവും, പ്രവൃത്തി വേറെ ആയിരിക്കും. അത് ഈ അരുതുമായിട്ട് തന്നെ യാതൊരു ബന്ധവും കാണത്തില്ല. എന്തുകൊണ്ട്? വിവേകരഹിതമായ സാധനം അത് ഒരിടത്തും കൊണ്ടെത്തിക്കത്തില്ല. അപ്പോ ആ വിവേകം അതെന്ത് ചെയ്യുന്നു? ആ വിവേകത്തിൽ ഇത് കാണുന്നില്ല. അതാണ് വിവേകിന്ന പശ്യതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവൻ കാണാത്തത് കൊണ്ട് ന ജായതേ ന ഉത്പദ്യതേ ചിത്തം ദേവാദ്യാകാരൈഹി ഉത്തമ അധമ മധ്യമ ഫലരൂപേണ. അവനെ സംബന്ധിച്ച് അവന്റെ ചിത്തം സ്പന്ദിക്കുന്നില്ല. ഉത്പദ്യതേ പറയും. ദേവാദ്യാകാരൈഹി, ദേവാദിരൂപത്തിൽ ഉണ്ടാകുന്നില്ല. ഉത്തമ മധ്യമ അധമ ഫലരൂപത്തിലുണ്ടാകുന്നില്ല. സാധുന രൂപത്തിലുണ്ടാകുന്നില്ല. അവിടെ നിഷ്പന്ദമായിരിക്കുന്നു. തത്വജ്ഞാനി ഈ തത്വത്തെ സാക്ഷാത്കരിക്കുകയും തത്വത്തെ ശിഷ്യന് ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? തത്വജ്ഞാനിയും ഈ പ്രപഞ്ചപ്രതീതിയിലാണ്. അല്ലെങ്കിൽ പിന്നെ സാക്ഷാത്കരിക്കാനും ഒന്നുമില്ല, ഉപദേശിക്കാനും.
ആ പ്രപഞ്ച പ്രതീതിയിൽ ഇരിക്കെ തന്നെ എന്താണ് ചിത്തം നൗത്പദ്യതേ, ചിത്തസ്പന്ദനം അവിടെ ഇല്ല എന്നർത്ഥം. ഈ പ്രപഞ്ച പ്രതീതി അതൊരു സ്പന്ദനമല്ലേ എന്ന് ചോദിക്കും. പ്രപഞ്ച പ്രതീതി ഒരു സ്പന്ദനം തന്നെ. ആ പ്രതീതി എന്താണ്? അത് ആണ് മുമ്പ് പറഞ്ഞ എന്താണ്? തുര്യന്റെ സ്പന്ദനം. മോഹമാപദ്യതേ, വേറെ ഭാഗത്ത് പറയും മോഹത്തെ പ്രാപിക്കുന്നില്ല എന്നർത്ഥം. ആ തുരീയ സ്പന്ദനം എന്ന് പറയുന്നത് മോഹമല്ല, ഇവന്റെ സങ്കല്പങ്ങളാണ് മോഹം എന്ന് പറയുന്നത്. ആ തുരീയ സ്പന്ദനത്തിൽ തന്നെ അസ്പന്ദമായിരിക്കുക, അതാണ് വിവേകം എന്ന് പറയുന്നത്. ആ മരുമരീചികയുടെ പ്രതീതി അത് വാസ്തവത്തിൽ വിവേകിക്ക് യാതൊരു ദോഷവും ചെയ്യുന്നില്ല. അതങ്ങനെ സംഭവിക്കുന്നു. അയാളിൽ ചിത്തം നിലനിൽക്കുന്നു, അയാളിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, അപ്പോൾ ആ പ്രതീതി നിലനിൽക്കുന്നു. അതയാൾക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ല. അജ്ഞന് മാത്രമാണ് അവിടെ ദോഷം ചെയ്യുന്നത്. അപ്പോ വിവേകിയെ സംബന്ധിച്ച് ന ജായതേ ന ഉത്പദ്യതേ എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. വിവേകം വരുമ്പോ പ്രപഞ്ചം മറഞ്ഞു പോകണമെന്നല്ല പറയുന്നതിന്റെ താല്പര്യം, അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നിഷ്പന്ദ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ധരിക്കരുത്. പ്രപഞ്ചം മറയുന്നതിന് വിവേകത്തിന്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് വിവേകം നേടിയിട്ട് ഈ പ്രപഞ്ചത്തെ മറയ്ക്കേണ്ട ആവശ്യമില്ല. ഉറങ്ങിയാൽ മതി, പ്രപഞ്ചം മറഞ്ഞു പോകും. അതിനെന്തിനാ വിവേകം ഇത്രയും കഷ്ടപ്പെട്ട് ഈ വിവേകത്തെ എന്തിനു സമ്പാദിക്കണം? അപ്പൊ വിവേകം സമ്പാദിക്കുന്നതിന്റെ ലക്ഷ്യം പ്രപഞ്ചത്തെ മറയ്ക്കുക എന്നുള്ളതല്ല, പ്രപഞ്ചം മാഞ്ഞു പോവുക എന്നുള്ളതല്ല. സമാധി പരിശീലിക്കുന്നതിന്റെ ലക്ഷ്യം അതാണ്. എന്താണ്? പ്രപഞ്ചത്തെ മറയ്ക്കുക, പ്രപഞ്ച വിസ്മൃതി. അതുകൊണ്ട് സാധ്യമാകും. അവിടുത്തെ ചിത്തത്തിന്റെ നിഷ്പന്ദത എന്ന് പറയുന്നത് അത് പ്രപഞ്ച വിസ്മൃതിയിലെത്തിക്കും. അതിന് ആ പ്രപഞ്ച വിസ്മൃതിയാണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി സമാധി പരിശീലിക്കേണ്ട കാര്യമേ ഇല്ല. ഉറങ്ങിയാൽ മതി, അനായാസമായി അത് സാധിക്കും. അപ്പോ ചിത്തം തഥാ ന ജായതേ ന ഉത്പദ്യതേ, ചിത്തം ഉണ്ടാകുന്നില്ല, ഉത്പന്നമാകുന്നില്ല എന്ന് പറയുന്നത് സുഷുപ്തിയെക്കുറിച്ചായിരുന്നു. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ജാഗ്രതത്തിനെ കുറിച്ചാണ്. മരുമരിചിക കാണുന്ന വിവേകിയും അവിവേകിയും രണ്ടുപേരും ജാഗ്രതത്തിലാണ്. പക്ഷെ രണ്ടുപേരുടെയും സംബന്ധിച്ച്, ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു അയാളുടെ ചിത്തം സ്പന്ദിക്കുന്നില്ല, വേറൊരാളെ സംബന്ധിച്ച് പറയുന്നു ചിത്തം സ്പന്ദിക്കുന്നു. രണ്ടും ജാഗ്രതത്തിൽ തന്നെയാണ്. പക്ഷേ ആ ചിത്തം സ്പന്ദിക്കാതിരിക്കുന്ന ആ ജാഗ്രതത്തിനൊരു പ്രത്യേകതയുണ്ട്, അന്യജാഗ്രത പോലെയാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത എടുത്തു കാണിക്കാൻ വേണ്ടി അത് മഹാജാഗ്രത എന്നെല്ലാം പറയുന്നു. കാരണം അവിടെ ഈ നിരന്തരമായ സ്പന്ദനമില്ല. എന്നുവെച്ചാൽ ജനന മരണങ്ങൾ, സംസാരം, ഇതെല്ലാം പ്രതീതമാക്കുന്ന സ്പന്ദനങ്ങൾ അവിടെയില്ല. എന്നാൽ അജ്ഞന് മനസ്സിലാക്കാത്ത ഒരു സ്പന്ദനം അവിടെ ഉണ്ട് താനും. അതുകൊണ്ടാണ് അജ്ഞൻ ഗുരുവായി സമീപിക്കുന്നത്. അജ്ഞന് ഗുരുവായി ഉപദേശം കൊടുക്കുന്നത് കൊണ്ടാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചിത്തം സ്പന്ദിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ ഏത് തരത്തിലാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് വ്യവഹാരത്തിന്റെ അഭാവം, ഇത് രണ്ടും ഇവിടെ ഏത് തരത്തിലാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആ വ്യവഹാരത്തിന്റെ
വ്യവഹാരത്തെ ഭയക്കുക എന്നൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. കാരണം ആ മരുമരീചിയെ കാണുന്നവൻ അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിന് അവകാശമില്ല. അവിവേകിക്കും. കാരണം അവന്റെ വ്യവഹാരം എന്ന് പറയുന്നത് കേവലം അവന്റെ പ്രതീതി മാത്രമാണ്. അജ്ഞന്റെ വ്യവഹാരം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജ്ഞാനം, ഇച്ഛ, പ്രയത്നം എല്ലാം നടക്കുന്നു. ജ്ഞാനിയിലും ഉണ്ട് അവിടെ വ്യവഹാരം, പക്ഷെ അത് വ്യത്യസ്തമാണ്. അത് കേവലം പ്രതീതി രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധി വരുന്നില്ല. ഇതങ്ങ് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും ആർജിക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം അത് പ്രത്യേകിച്ച് ദോഷം ചെയ്യുന്നതല്ല. ആ ഒരു പ്രതിഭാസം ആ വിവേകിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതല്ല. അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ പ്രതിഭാസം അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. ഒന്നുകിൽ അതയാൾക്ക് ആനന്ദത്തെ കൊടുക്കും, അങ്ങനെയാണെങ്കിൽ അത് അയാൾ അതിനെ ആർജിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അത് അയാൾക്ക് ദുഃഖത്തെ കൊടുക്കും, അങ്ങനെയാണെങ്കിൽ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കും, ത്യജിക്കാൻ ശ്രമിക്കും. ത്യാഗത്തിനും ആർജനത്തിനും അവിടെ അവസരമുണ്ട് അജ്ഞനെ സംബന്ധിച്ച്. വിവേകിയെ സംബന്ധിച്ചാണെങ്കിലോ വ്യവഹാരം എന്ന് പറയുന്നത് അവിടെ കേവലം പ്രതീതി മാത്രമാണ്. അപ്പോ അത് കാണാം, കാണാതിരിക്കാം. അതെ, കണ്ണു തുറന്നാൽ കാണും, കണ്ണടച്ച കാണാതിരിക്കും. അത്രയേ ഉള്ളൂ വ്യവഹാരത്തിന്റെ നില. അവിടെ ഗ്രാഹ്യത്യാജ്യ ബുദ്ധി വരുന്നില്ല. ഇത് ദോഷമാണ്, അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ച് കളയാം. ഇതിൽ നിന്ന് നേടാനുണ്ട്, അതുകൊണ്ട് ഇത് ആർജിക്കാം എന്ന് കരുതുന്നില്ല. ദ്വേഷ്ടിന കാംക്ഷതി, അല്ല നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തതാണ്. ഇതിന്റെ തന്നെ മറ്റൊരു തലം അതിവിടെ വിശദമാക്കുകയാണ്. ന ജായതേ ന ഉത്പദ്യതേ ചിത്തം. ഇവിടെ ചിത്തത്തിന് ഉത്പത്തിയില്ല, അതുപോലെ തന്നെ നാശമില്ല. ദേവാദ്യാകാരൈഹി ഉത്തമ അധമ മധ്യമ ഫലരൂപേണ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നഹി അസതി ഹേതു ഫലം ഉത്പദ്യതേ ബീജാദ്യഭാവൈവ സസ്യാദി. ബീജമില്ലാതെ ഇങ്ങനെ സസ്യം ഉണ്ടാകും, വിത്തില്ലാതെ വിഷം ഉണ്ടാകുന്നത് നമ്മൾ കാണാറില്ല. അതുപോലെ ഹേതുവില്ലാതെ ഫലവുമില്ല. ഹേതു എന്ന് പറയുന്നത് എന്താണോ? പൊതുവെ പറയും ഇവിടെ ധർമാധർമ്മങ്ങൾ ഹേതുക്കൾ, ജന്മം ഫലം. അത് സ്ഥൂലമായി പറയുന്നതാണ്. ശരിക്കും ഹേതു എന്ന് പറയുന്നത് ആദ്യം അവിവേകം തന്നെ ഹേതു. അവിവേകത്തെ തുടർന്ന് വരുന്ന അറിവുകൾ, അതാണ് അവിവേകം എന്ന് പറയുന്ന വിവേകമില്ലായ്മ. ഇത് ജലമല്ല എന്നുള്ള ആ വിവേകമില്ലായ്മ. ഇതല്ല ജലം എന്നുള്ള ബോധം ഇല്ല, അവിവേകം. അതിനെ തുടർന്ന് വരുന്ന സങ്കല്പങ്ങൾ, ഇത് ജലമാണ്, ഇത് ശീതളമാണ്, ഇത് മധുരമാണ്, ഇങ്ങനെ ജലത്തെക്കുറിച്ച് എന്തെല്ലാം സങ്കല്പം ഉണ്ടാകും. ഇത് ക്ഷുത്പിപാസ നിവർത്തിക്കുന്ന ഉപകരിക്കുന്നതാണ്. അതായത് വിശപ്പും ദാഹവുമെല്ലാം മാറ്റാൻ ഉപകരിക്കുന്നതാണ്. ഇങ്ങനെ വരുന്ന അറിവുകൾ, അത് തുടർന്ന് വരുന്ന ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് ഹേതു എന്ന് പറയുന്നത്. അതനുഭവിക്കണം, അതിന്റെ മാധുര്യം അനുഭവിക്കണം. അതുകൊണ്ട് ജീവനെ നിലനിർത്തണം, അതുകൊണ്ട് ജീവനെ പുഷ്ടിപ്പെടുത്തണം. കാലദേശങ്ങളോട് ബന്ധപ്പെടുത്തി തുടർന്ന് വരുന്ന അനേകം ആഗ്രഹങ്ങൾ, പിന്നെ അതെങ്ങനെയെല്ലാം ആർജിക്കാം, അതിനുവേണ്ടി വരുന്ന പ്രവൃത്തികൾ, അത് ആ ജലത്തെ സംഭരിക്കണമോ അതോ പാനം ചെയ്താൽ മതിയോ, അതിനെന്തൊക്കെയാണ് വേണ്ടത്, അതിന്റെ പാത്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു.
അതിന്റെ ഉപായങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നാണ് ശരിക്കും ഹേതു എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായി വരുന്നതാണ് അതിന്റെ ആ അറിവിൽ തുടങ്ങി ആഗ്രഹത്തിലൂടെ പോയി പ്രവൃത്തിയിൽ എത്തിച്ചേരുന്നത് വരെ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ. അതാണ് അതിന്റെ ഫലമായി വരുന്നത്. അതാണ് നമ്മുടെ സർവപ്രപഞ്ച വ്യവഹാരത്തിൽ. ഇവിടെ ഇപ്പോൾ യാഗവും ജന്മവുമായി മുഖ്യമായി പറഞ്ഞെങ്കിലും സർവപ്രപഞ്ച വ്യവഹാരത്തിലും ഇതാണ് നിലനിൽക്കുന്നത്. എല്ലാം അവിവേകമൂലമാണ്. അതാണ് പരമാർത്ഥം. അത് ഇവിടെ വെളിപ്പെടുത്തുന്നത് സർവവും ചിത്തസ്പന്ദനം എന്നുള്ള രൂപത്തിലാണ്. അതുകൊണ്ട് ആ ചിത്തം എങ്ങനെ സ്പന്ദിക്കുന്നു, എങ്ങനെ നിഷ്പന്ദമാകുന്നു, അതിന്റെ രണ്ട് ഭാവങ്ങളുമാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. തഥാന്ന് ജായതേ ചിത്തം. അവിടെ ചിത്തം സ്പന്ദിക്കുന്നില്ല. ഹേത്വഭാവി ഫലം കുതഃ. ഹേതുവില്ലാതിരുന്നാൽ എങ്ങനെ ഫലമുണ്ടാകും എന്ന് വിശദീകരിച്ചത്. യഥാ ന ലഭതേ ഹേതൂൻ ഉത്തമാധമമധ്യമാൻ തഥാ ന ജായതേ ചിത്തം ഹേത്വഭാവേ ഫലം കുതഃ. അനിമിത്തസ്യ ചിത്തസ്യ ജ്ഞാനോത്പത്തി സമാദ്വയാ അജാതസ്യൈവ സർവസ്യ ചിത്തദൃശ്യം ഹി തദ്യത. നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെ വിശദീകരിക്കുകയാണ്. എന്താണ് ഹേത്വഭാവേ ചിത്തം ന ഉത്പദ്യതേ ഇതി ഉക്തം. പറഞ്ഞതിന്റെ സാരം അതാണ്. ഹേതുവില്ലെങ്കിൽ ചിത്തം ഉത്പന്നമാകുന്നില്ല. ആ ചിത്തം ഉത്പന്നമാകുന്നതിന് മുഖ്യമായ ഹേതു പറഞ്ഞു അവിവേകം. അവിവേകം കൊണ്ട് ചിത്തം സ്പന്ദിച്ചു. ജ്ഞാനമായും അറിവായും പ്രവൃത്തിയായും സ്പന്ദിച്ചു. അഹേതുവിൽ അവിവേകമില്ലെങ്കിലോ പിന്നെ എന്തിന് ചിത്തം സ്പന്ദിക്കണം? ഈ ചിത്തം സ്പന്ദിക്കുക, ചിത്തം സ്പന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ ചിത്തം നിലനിൽക്കുന്ന സമയത്താണ് പറയുന്നത്. സ്വപ്നത്തിന്റെ കാര്യം പോകാം. കാരണം സ്വപ്നത്തിൽ നമുക്കൊന്നും ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാഗ്രതത്തിലാണ്. അപ്പൊ ജാഗ്രതത്തിൽ ഈ ചിത്തം നിലനിൽക്കും. ഏതാണ് സ്പന്ദിക്കുന്ന ചിത്തം. ആ ചിത്തം നിലനിൽക്കുമ്പോൾ ആണ് പറയുന്നത് ചിത്തം ന ഉത്പദ്യതേ എന്ന് പറയുന്നത്. മുമ്പ് വിശദീകരിച്ചാണ് അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സാ പുനരനുത്പത്തി ചിത്തസ്യ കീദൃശി. ആ ചിത്തം ഉത്പന്നമാകുന്നില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചിത്തത്തിന് ഉത്പന്നമാകാതിരിക്കാം? നമ്മൾ പറയും എന്താണ്, ചിന്തിക്കുന്നത് പോലും ചിത്തത്തിന്റെ ഉത്പത്തിയാണല്ലോ. ചിത്തം ഉത്പന്നമാകുന്നില്ല എന്ന് ചിന്തിച്ചാൽ അത് ചിത്തത്തിന്റെ ഉത്പത്തിയാണ്. ചിത്തമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ചിത്തത്തിന്റെ ഉത്പത്തിയാണ്. ഇനി സർവവും തുര്യൻ തന്നെ എന്ന് ചിന്തിച്ചാലും അതും ചിത്തത്തിന്റെ ഉത്പത്തിയാണ്. അപ്പൊ ചിത്തത്തിന്റെ അനുത്പത്തി എന്ന് പറയുന്നത് എന്താണ്? അത് പറയുന്നു പരമാർത്ഥ ദർശനേന നിരസ്തധർമാധർമ്മ ആഖ്യ ഉത്പത്തി നിമിത്തസ്യ അനിമിത്തസ്യ ചിത്തസ്യ യ മോക്ഷാഖ്യ അനുത്പത്തി സർവദാ സർവാവസ്ഥാസു സമ നിർവിശേഷ അദ്വയാച. പൂർവമപി അജാതസ്യൈവ അനുത്പന്നസ്യ ചിത്തസ്യ സർവസ്യ അദ്വയസ്യ ഇത്യർത്ഥഃ.
പരമാർത്ഥ ദർശനേന ചിത്തത്തിന്റെ അനുത്പത്തിക്ക് പ്രധാനമായും വേണ്ട എന്താണ്? ആ അവിവേകം നശിക്കുന്നു. നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ, ഇത് ജലമാണെന്നുള്ള അവിവേകം നശിക്കണം. അതെങ്ങനെ നശിക്കും? പരമാർത്ഥ ദർശനേന അതിന്റെ സത്യം അറിയണം. അതിന്റെ സത്യം എന്താണ്? ഇത് കേവലം ഒരു പ്രതീതി മാത്രമാണ്. നമ്മൾ കരുതുന്നത് പോലെ ഇതിൽ സത്യത്വമില്ല. പ്രതീതി മാത്രം എന്ന് പറയുന്നതാണ്. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുമ്പോൾ പുസ്തകത്തെ സംബന്ധിച്ച് ആദ്യം ഇത് പുസ്തകം എന്നുള്ള പ്രതീതി ഉണ്ടാകും. ആ പ്രതീതിയോടൊപ്പം വിട്ടുപിരിയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ചിന്തിച്ചുണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. സഹജമായി അതിൽ നിന്നും മാറാതിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? ആ പുസ്തകത്തിന്റെ ഉണ്മ ഇതുള്ളതാണ്. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുസ്തകം എന്നുള്ള അറിവുണ്ടാകുമ്പോൾ ഉണ്മ അതിനോട് ചേർന്ന് വരും. ഭാഷയിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? പുസ്തകം ഇല്ല എന്നല്ല നമ്മൾ അറിയുന്നു, മറിച്ച് പുസ്തകം ഉണ്ടെന്നാണ്. പുസ്തകം എന്നുള്ള വസ്തുവിലൂടെ ഉണ്മയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. അതിനെ നിഷേധിക്കാൻ വയ്യ. പരമാർത്ഥ ദർശനത്തിൽ എന്താണ്? പുസ്തകത്തിലല്ല ആ ഉണ്മ, മറിച്ച് ആ ഉണ്മയിൽ, ഏകമായിരിക്കുന്ന ഉണ്മയിൽ പുസ്തകം പ്രതീതമാകുകയാണ്. ആ ഉണ്മയെ പുസ്തകത്തിന്റെ സ്വന്തമായി ഗ്രഹിക്കുന്നില്ല. തന്റെ ഉണ്മ തന്നെയാണ് പുസ്തകത്തിലൂടെ സത് എന്നനുഭവപ്പെടുന്നത്. ആ ഉണ്മ കേവലമാണ്, ഏകമാണ്, സർവാധാരവുമാണ്. അത് സർവത്തിനും ആധാരമായിരിക്കുന്നതുകൊണ്ട് സർവവസ്തുക്കളിലും ഉണ്മ അനുഭവപ്പെടും. ഇതാണ് പരമാർത്ഥ ദർശനം. പക്ഷെ ഈ പരമാർത്ഥ ദർശനത്തെ ആ രീതി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവിവേകം കൊണ്ട് ആ സത്യബോധം വസ്തുവിൽ ഉറച്ചു പോകും. സത്യത്തിൽ വസ്തു കേവലം പ്രതീതമാകുന്നു എന്നുള്ള ആനുഭൂതികമായ അറിവ്, ആന്തരികമായ അറിവ്, അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ അറിവ് ഉണ്ടാകുന്നില്ല. വിവേകിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അതാണ് ദർശനം, പരമാർത്ഥ ദർശനം. ഇത് ജലമല്ല എന്നറിയുന്നത് പോലെ. അല്ലെങ്കിൽ ഈ കാണുന്ന പ്രതീതിയിൽ ജലതത്വമില്ല, കേവലം ഒരു പ്രതീതി മാത്രം. എവിടെയോ കണ്ട ജലത്തിന്റെ, മുമ്പ് എപ്പോഴോ കണ്ട ജലത്തിന്റെ ആ അനുഭവത്തെ ഇവിടെ കൽപ്പിക്കുകയാണ്. അതിന് ജലത്തിനുള്ള ചില സമാനതകൾ അവിടെ ഉള്ളതുകൊണ്ട്, എന്നിട്ട് ആ കൽപ്പനയെ തന്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് മുമ്പിൽ കാണുന്ന ആ പ്രകാശം തന്നെ ജലമായി പ്രതീതമാകും. മുമ്പിൽ കാണുന്ന വസ്തു തന്നെ ഉണ്മയായി പ്രതീതമാകും. അതെന്താണ്? തന്റെ സ്വരൂപമായിരിക്കുന്ന ഉണ്മയാണ്. ആ ഉണ്മയെ വിസ്മരിക്കാനൊക്കത്തില്ല. അത് സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ്. അതിന്റെ പ്രകാശത്തിൽ, ആ പ്രകാശത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വസ്തുവിൽ ഉണ്മ ആ വസ്തുവിന്റേതാണെന്ന് കൽപ്പിച്ചു പോകും. ഇതാണ് അവിവേകം. പ്രകാശത്തിൽ ജലത്തെ കൽപ്പിക്കുന്ന പോലെ. അപ്പോ വിവേകി എന്ത് ചെയ്യുന്നു? പരമാർത്ഥ ദർശനം കൊണ്ട് നിരസ്തധർമാധർമാഖ്യ ഉത്പത്തി നിമിത്തസ്യ ആ പ്രതീതിയിൽ എന്താണ്? ധർമാധർമ്മം, അതിന്റെ ഉത്പത്തി, അതിന്റെ ഉത്പത്തിക്ക് നിമിത്തമായിരിക്കുന്ന ധർമ്മങ്ങൾ, കർമ്മങ്ങൾ,
ഇതൊന്നും വാസ്തവമല്ലെന്നറിയുന്നു. അതിനെ സംബന്ധിച്ച് അജ്ഞനിലുണ്ടാകുന്ന ചിത്തവൃത്തികൾ വിവേകിയിലുണ്ടാകുന്നില്ല, ഉത്പന്നമാകുന്നില്ല എന്നർത്ഥം. വാസ്തവത്തിൽ എന്തിൽ നിന്നാണ് ആ ചിത്തത്തിന് മോചനം ലഭിക്കേണ്ടത്? സ്വന്തമായ ഉത്പത്തിയിൽ നിന്നാണ് മോചനം ലഭിക്കേണ്ടത്. ചിത്തം തന്നെയാണ് ധർമാധർമ്മ രൂപത്തിലും, അതായത് ഹേതുരൂപത്തിലും ഫലരൂപത്തിലും ചിത്തം തന്നെയാണ് ഉത്പന്നമാകുന്നത്. അപ്പൊ ആ ചിത്തത്തിന് മോചനം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഉത്പത്തിയിൽ നിന്നുള്ള മോചനം. ഹേതുവായും ഫലമായും ഉള്ള ആ ഉത്പത്തിയിൽ നിന്നുള്ള മോചനം. ഉത്പത്തിയിൽ നിന്നുള്ള മോചനം എന്താണ്? അതാണ് ഇവിടെ പറയുന്നത് അനുത്പത്തി. അതാണ് മോക്ഷം. മോക്ഷാഖ്യസ്യ അനുത്പത്തി. മോക്ഷം എന്ന് പറയുന്ന ചിത്തത്തിന്റെ അനുത്പത്തിയാണ്. ആ ചിത്തം ആ തരത്തിൽ ഉത്പന്നമാകാതിരിക്കുകയാണ്. അതാണ് മോക്ഷം. അത് മുമ്പ് പറഞ്ഞല്ലോ, ആ പ്രതീതി നിലനിൽക്കെ തന്നെ അവിടെ തുടർന്നു വന്ന വികല്പങ്ങൾ, ജ്ഞാന, ഇച്ഛ, പ്രവൃത്തി രൂപത്തിലുള്ള വികല്പങ്ങൾ, ആ വികല്പങ്ങൾ ഉത്പന്നമാകാതിരിക്കുക, അത് തന്നെയാണ് ചിത്തത്തിന്റെ മോക്ഷം. അപ്പൊ ആ പ്രതീതി നിലനിൽക്കുന്നത് മോക്ഷത്തിന് തടസ്സമല്ല. ആ പ്രതീതിയോ അത് ആ തുര്യന്റെ സ്പന്ദനമാണ്. അത് ജാഗ്രതായി സ്പന്ദിക്കുന്നു, സ്വപ്നമായി സ്പന്ദിക്കുന്നു, സുഷുപ്തിയായി സ്പന്ദിക്കുന്നു. എല്ലാം ഒന്നിന്റെ തന്നെ സ്പന്ദനമാണ്. അത് വാസ്തവത്തിൽ ദോഷം ചെയ്യുന്നതല്ല. അതിനകത്ത് വരുന്ന ഈ ഇവിടെ പറഞ്ഞ ധർമാധർമാഖ്യ ഉത്പത്തി നിമിത്തസ്യ, ധർമാധർമ്മങ്ങൾ ഇവയാണ് ഇവിടെ ദോഷമായി വരുന്നത്. ആ നിമിത്തസ്യ ചിത്തസ്യ അനുത്പത്തി, ആ ചിത്തം ആ രീതിയിൽ പരിണമിക്കാതിരിക്കണം. ആ ചിത്തത്തിന്റെ അനുത്പത്തി, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. സ സർവദാ സർവാവസ്ഥാസു സമാ നിർവിശേഷ അദ്വയാച. ആ മുക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സർവദാ സർവാവസ്ഥാസു സമാ നിർവിശേഷ അദ്വയാച. അത് ഏതവസ്ഥയിലും, ജാഗ്രതത്തിലെ തന്നെ ഏതവസ്ഥയിലായാലും സമാ നിർവിശേഷ അദ്വയ, സമവും നിർവിശേഷവും അദ്വയവുമായിരിക്കുന്നു. അത് ജലം അല്ല എന്നറിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ആ ജലത്തിന്റെ പ്രതീതി എത്ര കാലം നിന്നാലും ശരി, ജലത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിത്തം എന്താണ്? സമമാണ്, പറയാം, നിർവിശേഷമാണ്, അദ്വയമാണ്. അവിടെ ഒരൊറ്റ പ്രതീതിയും എന്താണ്? ഇത് ജലമല്ല, കേവലം പ്രകാശം മാത്രം. അതാണ് ചിത്തത്തിന്റെ അദ്വൈത. അതിനെ സംബന്ധിച്ച് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. നിർവിശേഷമാണെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ജ്ഞാന ഇച്ഛാക്രിയകളൊന്നുമില്ല. ജലത്തെ സംബന്ധിക്കുന്ന ജ്ഞാന ഇച്ഛാക്രിയകളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ അവിടെ എന്താണോ സഹജമായിട്ടുള്ളത് അതിന്റെ പ്രതീതി ഉണ്ട് താൻ. അതാണ് വിവേകിയുടെ പ്രപഞ്ചപ്രതീതി. വിവേകി പ്രപഞ്ചപ്രതീതിയുണ്ട്. പക്ഷേ ആ പ്രപഞ്ചപ്രതീതിയിൽ തന്നെ അവിവേകം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനേച്ഛാക്രിയകളൊന്നുമില്ല. ബാക്കിയുള്ള പ്രതീതികളിൽ വരുന്നതൊക്കെ അതെല്ലാം സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അവിവേകം മൂലമായിട്ടല്ല. അതിനാണ് നമ്മൾ പ്രാരബ്ധം എന്ന് പറയുന്നത്. സർവാവസ്ഥാസു, അവിടെ അതിൽ ഏതവസ്ഥകളും വരാം. അവിവേകം കൂടാതെയുള്ള ഏതവസ്ഥകളും അവിടെ മാറി മാറി വരാം. ഉപയോഗിക്കും. തത്വജ്ഞന് സ്വപ്നം കാണാമോ? ജാഗ്രത വരുമോ? ഉറക്കം വരുമോ?
പറയുന്നു സർവാവസ്ഥാസു ഏതവസ്ഥകളും വരാം. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എന്ന് പറയുന്ന അവസ്ഥകൾ ഏതവസ്ഥകളും വരാം. പക്ഷെ അവിടെയെല്ലാം എന്താണ്? സമ നിർവിശേഷ അദ്വയ. അതാണ് അവിവേകപൂർവകമായിട്ടുള്ള അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതാണ് സർവാവസ്ഥാസു സ സർവദ സമ ഏകരൂപത്തിലിരിക്കുന്നു എന്നാണ്. പ്രാരബ്ധരൂപത്തിൽ അസുഖദുഃഖങ്ങൾ വരുമ്പോഴോ എന്ന് ചോദിക്കും. കാരണം പ്രതീതിയിൽ എന്ത് സംഭവിക്കും? അതൊന്നും അതിന്റെ സ്വരൂപത്തിന് ഭംഗത്തെ ഉണ്ടാക്കുന്നില്ല. എന്ത് വന്നു കഴിഞ്ഞാൽ പ്രകാശം, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകാശം നശിച്ചു പോകുന്നതാണ് ഏത് പ്രകാശം. എന്നാലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സമയം എടുക്കുക. പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെന്തൊക്കെ സംഭവിച്ചാലും ശരി, അത് പ്രകാശം വർദ്ധിക്കാം, പ്രകാശം കുറയാം, പ്രകാശം കാറ്റിൽപ്പെട്ട് ഒലയാം. അത് സംഭവിക്കാം. പ്രകാശം ഒരു ദീപം കൊളുത്തി വെച്ചാൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാറ്റിൽപ്പെട്ടതുപോലെ അത് നിശ്ചലമായി ഏകരൂപത്തിൽ ഇരിക്കണമെന്നൊന്നുമില്ല. എപ്പോഴും അത് സമാധിയിരിക്കണമെന്നില്ല. പക്ഷെ ഒലഞ്ഞു കഴിഞ്ഞാലും എന്താണ്? അതിനെന്റെ പ്രകാശ സ്വരൂപത്തെ വിട്ടിട്ട് നിൽക്കാൻ ഒക്കത്തില്ല. ഏതൊക്കെ അവസ്ഥയിലായാലും അത് പ്രകാശത്തെ വിടുന്നില്ല, അതിന്റെ സഹജഭാവത്തെ വിടുന്നില്ല. അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ചെറുതായാലും വലുതായാലും അത് നിശ്ചലമായാലും ഒലഞ്ഞാലും ആ പ്രകാശം എന്ന് പറയുന്ന അതിന്റെ സ്വഭാവത്തെ അതിന് വിടാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രതീതിയിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ശരി, ഇവിടെ പറയുന്നു സർവാവസ്ഥാസു എന്താണ്? അത് സമ നിർവിശേഷ. അത് സ്വരൂപമാണ് സമമായിരിക്കുക, നിർവിശേഷമായിരിക്കുക എന്ന് പറയുന്നത്. അതിന് ഭംഗം വരുന്നില്ല. അതിനാണ് ഇവിടെ മോക്ഷാക്കിയ, മോക്ഷം എന്ന് പറയുന്നത് ചിത്തത്തിന്റെ അനുത്പത്തി എന്ന് പറയുന്നത്. കുറച്ചുകൂടി പറഞ്ഞാൽ ആ വിവേകിയുടെ വ്യവഹാരം അയാളുടെ വിവേകത്തെ ബാധിക്കുന്നില്ല എന്നാണ്. ഇത് ജലമല്ലാന്നറിഞ്ഞവൻ അതിനെ സംബന്ധിച്ച് കിടക്കുന്ന എന്തെല്ലാം വ്യവഹാരങ്ങളായാലും ശരി, അത് അയാളുടെ വിവേകത്തെ, എന്താണ് ഇത് ജലമല്ല എന്നുള്ള വിവേകത്തെ മാറ്റിമറിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന മോക്ഷം എന്ന് പറയുന്നതാണ് അനുത്പത്തി. പൂർവം വി അജാതസ്യവാനുത്പന്നസ്യ ചിത്തസ്യ സർവസ്യ അദ്വയസ്യ. അതിവിടെ എടുത്തു പറയുന്നു. എന്താണ്? താൻ ഇതിന്റെ സത്യം മനസ്സിലാക്കിയോ മനസ്സിലാക്കിയില്ല എന്നുള്ളതല്ല, തന്നെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ തന്റെ അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല സത്യം. നിങ്ങളാ മരീചിയെ കണ്ടിട്ട് അത് ജലമാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞോ ഇല്ല എന്നുള്ളത് ആശ്രയിച്ചല്ല അതിന്റെ സത്യം നിലനിൽക്കുന്നത്. മുമ്പൊരു പക്ഷേ നിങ്ങൾ ഭ്രമിച്ചിരിക്കാം, പിന്നീട് മാറിയിരിക്കാം. എന്തായാലും പൂർവമപി അജാതസ്യ, മുമ്പും അത് അജാതം തന്നെയായിരുന്നു. നിങ്ങൾ അജ്ഞനായിരുന്നപ്പോഴും അത് കേവല പ്രതീതി മാത്രമായിരുന്നു. ജ്ഞാനിയായപ്പോഴും അത് കേവല പ്രതീതി തന്നെ. അനുത്പന്നസ്യ, അപ്പോഴും അവിടെ ജലം ഉണ്ടായിട്ടില്ല. ചിത്തസ്യ സർവസ്യ അദ്വൈസ്യ, അപ്പോഴും അവിടെ എന്താണ് കേവലം ഉണ്ടായിരുന്നത്? കേവലമായ പ്രതീതി മാത്രം, കേവലമായ ചിത്തത്തിന്റെ ഭാനം മാത്രം. അപ്പോൾ ആ തത്വജ്ഞന്റെ ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചവും അതും കേവലം ഭാനം മാത്രമാണ്, പ്രതീതി മാത്രമാണ്. സർവസ്യ അദ്വൈസ്യ, അത് നിങ്ങൾ അജ്ഞനായിരുന്നോ നിങ്ങൾ ജ്ഞാനിയായോ എന്നുള്ളതല്ല. പക്ഷെ
ഇവിടെ വാസ്തവത്തിൽ ജ്ഞാനി അജ്ഞാനി എന്ന് രണ്ടായിട്ട് തിരിക്കുന്നില്ല. എന്തുകൊണ്ട്? സർവസ്യ അദ്വൈസ്യ. ഇവിടെ അദ്വൈതമായൊരു തത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ തത്വത്തിൽ നിങ്ങൾ കൽപ്പിക്കുന്നതാണ് ജ്ഞാനി അജ്ഞാനി. വാസ്തവത്തിൽ നിങ്ങളുടെ അജ്ഞതയാണ്, അജ്ഞതയുടെ സൃഷ്ടിയാണ് നിങ്ങളുടെ ജ്ഞാനി. ആ അജ്ഞതയുടെ സൃഷ്ടിയാണ് നിങ്ങളുടെ അജ്ഞാനി. രണ്ടും. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നത് സർവസ്യ അദ്വൈസ്യ പൂർവമപി. നിങ്ങൾ അജ്ഞാനി എന്ന് കൽപ്പിച്ചപ്പോഴും ജ്ഞാനി എന്ന് കൽപ്പിച്ചപ്പോഴും എല്ലാം എന്താണ്? സർവസ്യ അദ്വൈസ്യ, അദ്വൈതമായ ഏകമായ ഭാവം മാത്രമായിരുന്നു. പിന്നെ ഇവിടെ എങ്ങനെയാണ് ജ്ഞാനി അജ്ഞാനി രണ്ടു വരുന്നത്? അദ്വൈതത്തിൽ എങ്ങനെ ദ്വൈതം വരും? ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും പറഞ്ഞു. എങ്ങനെ അതിനെ രണ്ടാക്കാൻ കഴിയും? അതും അസംബന്ധം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൂർവമപി എന്ന് പറഞ്ഞത്. നിങ്ങൾ ധരിച്ചിരുന്നു എന്താണ്? അജ്ഞനായിരുന്നു, ജ്ഞാനിയായി. അത് അനുത്പന്നമായ ചിത്തത്തെയാണ് നിങ്ങളങ്ങനെ ധരിച്ചിരിക്കുന്നത്. അത് സർവദാ അദ്വൈത രൂപത്തിൽ തന്നെയാണ്. പാരമാർത്ഥികമായി അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാരമാർത്ഥികമായി ചിത്തത്തിൽ ഉത്പത്തി സംഭവിക്കുന്നുണ്ട്, അതൊരു കാര്യം. മറിച്ച് ചിത്തത്തിന്റെ ഉത്പത്തി എന്ന് പറയുന്നത് കേവലം ചിത്തത്തിന്റെ ഭാനം മാത്രമാണ്, കേവല പ്രതീതി മാത്രമാണ്. ഈ രണ്ട് കാര്യങ്ങളും ആണ് മുഖ്യമായിട്ടിവിടെ പറയുന്നത്. അതാണ് നിത്യമുക്തി എന്ന് പറയുന്നത്. ആദ്യം ബന്ധനം, രണ്ടാമത് മോക്ഷം എന്നല്ല. ഇത് നിത്യമുക്തമാണ് എന്ന് പറയുന്നത് വിവേകത്തിന്റെ ദൃഷ്ടി പറയുകയാണ്. ഇവിടെ വിവേകത്തിന്റെ ദൃഷ്ടിയിലേ മനസ്സിലാക്കാനുള്ളൂ. അവിവേകത്തിന്റെ ദൃഷ്ടിയിലൊന്നും മനസ്സിലാക്കാനില്ല. അതിന് ഇതിന്റെ ആവശ്യമില്ല. വിവേകത്തിന്റെ ദൃഷ്ടിയിൽ ഇവിടെ ഒരു തരത്തിലും ദ്വൈതത്തിന് നിലനിൽപ്പില്ല. അത് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള നിലയ്ക്ക് ഒന്നുമില്ല. അതുകൊണ്ട് പറയുന്നു സർവസ്യ അദ്വൈസ്യ. ആ അദ്വൈതമായിരിക്കുന്ന ഒന്നിന്റെ പ്രതീതിയാണ് ഈ ജാഗ്രത. അദ്വൈതമായിരിക്കുന്ന ഒന്നിന്റെ പ്രതീതിയാണ് പ്രപഞ്ചം. അത് അദ്വൈതത്തെ ഭഞ്ജിക്കുന്നതല്ല. അവിടെ ചിത്തം സ്പന്ദിക്കുന്നില്ല. അപ്പോൾ ഒരാൾ കരുതുകയാണ് ഞാൻ അജ്ഞനാണ് എന്ന് കരുതിയാൽ അവന്റെ ചിത്തം സ്പന്ദിക്കുന്നു. ആ വിവേകത്തിൽ നിന്ന് അയാൾ മുക്തനായാൽ പിന്നെ അവിടെ ചിത്തസ്പന്ദനമില്ല. ആ പറയുന്നത് സമാധിയോ അല്ലെങ്കിൽ ഉറക്കത്തെയോ ഒന്നുമല്ല പറയുന്നു. ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതനെയാണ്. അതിനാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ബുദ്ധ്വാ അനിമിത്തതാം സത്യാം ഏതും പൃഥക് അനിമിത്തസ്യ ചിത്തസ്യ യാനുത്പത്തി സമദ്വയ അജാതസ്യൈവ സർവസ്യ ചിത്തദൃശ്യം ഹി തദ്യത. പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ